ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം നിസ്കാരത്തിലല്ലേ വഫാത്തായത്? അള്ളാഹുവിനോട് വഫാത്ത് ചോദിച്ചതും നിസ്കാരത്തിലല്ലേ? നിസ്കാരത്തിൽ വഫാത്തായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു വടിയും പിടിച്ചിട്ട് ഒരു കൊല്ലക്കാലമല്ലേ ഒരേ നൃത്തം നിന്നത്. അപ്പുറത്ത് പണിയെടുക്കുന്ന ജിന്നുകള്, ശൈത്താന്മാര്, അവരൊക്കെ വിചാരിച്ചു സുലൈമാൻ നബി നമ്മളെ നോക്കി നിൽക്കുകയാണ്. ആ പയ്യിൽ പിടിച്ച വടി, ആ വടിയുടെ ഭാഗത്തേക്ക് ഒരു ചെതല് വന്നു. അങ്ങനെ അത് തിന്നാൻ തുടങ്ങി. വടിയങ്ങ് വീണപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു. അപ്പോഴാണ് അവര് മനസ്സിലാക്കിയത് സുലൈമാൻ നബി അലൈഹിസ്സലാം മൗത്തായിട്ടുണ്ട്. നിസ്കരിച്ചുകൊണ്ട് മൗത്തായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു വർഷം തന്നെ ഒരേ നൃത്തം നിന്നുപോയി. ശരീരത്തിന് കേടുപാട് പറ്റിയിട്ടില്ല. കാരണം ദുനിയാവിൽ നിന്ന് വിടവാങ്ങിയത് അള്ളാഹുവുമായുള്ള സംഭാഷണത്തിലാണ്. റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടല്ലേ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഭരണം ഏറ്റെടുക്കാത്തതിന്റെ പേരില് അന്നത്തെ കാലത്തെ ഭരണാധികാരി ജയിലിൽ അടച്ചിട്ട് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പീഡിപ്പിച്ചില്ലേ? നിരന്തരമായി ചാട്ടവാറ് കൊണ്ടടച്ചില്ലേ? പക്ഷേ ചാട്ടവാറ് കൊണ്ടടിച്ചിട്ട് എന്റെ ശരീരത്തിൽ എത്ര പരിക്ക് പറ്റിയാലും ഈ ദുനിയാവിന്റെ ഭരണം എനിക്ക് വേണ്ട. എത്ര നിങ്ങൾ നിർബന്ധിപ്പിച്ചാലും ഭരണം ഞാൻ ഏറ്റെടുക്കൂല. ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കും അവശത വന്നപ്പോ നിസ്കരിക്കാൻ വേണ്ടി മഹാനവറുകൾ ആവശ്യപ്പെട്ടു. നിസ്കാരത്തിൽ സുജൂദിലെത്തിയപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ആത്മാവിനെ പിടിച്ചുപോയി. കൊലക്കാരന് മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് അവസാനത്തെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അവസാനത്തെ ആഗ്രഹം ദഊനി ഉസല്ലി റകഅതൈൻ, എന്റെ രണ്ടിന്റെ കയ്യിന്റെ കെട്ടൊന്ന് അയച്ചു തരൂ, 2 റകഅത്ത് ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒന്ന് നിസ്കരിക്കട്ടെ. നിസ്കാരം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള അമലാണ്. നിസ്കാരത്തെ പോലെ എനിക്ക് സന്തോഷമുള്ളൊരു അമല് വേറെ ഇല്ല. മരിക്കാൻ അവർക്കൊരു പേടിയില്ല. പടച്ച റബ്ബിനോട് അത്രയും അടുത്തവരാണ്. അതുകൊണ്ടാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു തടവിലാക്കിയിട്ടുള്ള, തന്നെ തടവിലാക്കിയ ആ ഗോത്രക്കാരിൽ ആ സൈനബ് എന്ന് പറയുന്ന പെണ്ണ് താമസിക്കുന്ന വീട്ടിലാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ ഒരു കാര്യം ചെയ്യണം, എന്നെ ഏതായാലും നിന്റെ ആളുകൾ തൂക്കുമരത്തിലേറ്റു, അതെനിക്കൊരു പ്രശ്നമുള്ള സംഗതിയല്ല. പക്ഷേ കഴുമരത്തിലേറ്റാൻ സമയമായി എന്ന് കണ്ടാൽ എനിക്ക് വിവരം ഒന്ന് അറിയിക്കണം. എന്തിന്? എന്റെ ജീവിതത്തിൽ അവസാന ഘട്ടല്ലേ. അപ്പൊ എന്റെ നഖങ്ങളൊക്കെ ഒന്ന് മുറിച്ച് എന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട രോമങ്ങളൊക്കെ വടിച്ചൊഴിവാക്കി എന്റെ മീശയൊക്കെ ഒന്ന് വെട്ടി എന്റെ കക്ഷരോമം മറ്റു രോമങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാൻ അവസാനം പോകല്ലേ, ദുനിയാവുന്ന യാത്ര പോകല്ലേ, നല്ല വൃത്തിയിൽ തന്നെ സുന്നത്തൊക്കെ പാലിച്ച് എനിക്ക് പോകണം. ടൈമായപ്പോ പെണ്ണ് വന്ന് പറഞ്ഞു, നിങ്ങളെ കഴിമരത്തിലേറ്റുന്ന ദിവസം നാളെയാണ്. ഹുബൈബ് റളിയല്ലാഹുവിന്റെ മുഖത്തൊരു ഭാവമാറ്റമില്ല. മഹാനവറുകൾ പറഞ്ഞു, ഒരു കത്തി വേണമെന്ന്. ഒരു കത്തി കൊണ്ടുപോയി കൊടുത്തു. ആ പെണ്ണ് പറഞ്ഞു, ഒരുപാട് തടവുകാരെ വീട്ടിൽ പാർപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഹുബൈബ് റളിയല്ലാഹുവിനെ പോലെ ബഹുമാനമുള്ള ഒരു തടവുകാരനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് നോക്കാൻ പറ്റുന്ന ചെറിയ ഒരു ദ്വാരത്തിലൂടെ നോക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു കയ്യിൽ മുന്തിരിയുടെ കൊല പിടിച്ച് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വമാബി മക്കത മിൻ ഇനബ്, മക്കയിൽ എവിടെയും മുന്തിരി കിട്ടുന്ന കാലമല്ലാതെ അല്ലാഹു തആല ഡയറക്റ്റ് ആയി നൽകിയ ഭക്ഷണമാണ്. വഇന്നഹു ലരിസ്ഖുൻ റസഖഹു അല്ലാഹു ഹുബൈബാ. ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരന്, എന്റെ യുവാക്കളെ, സഹോദരങ്ങളെ, നിസ്കാരത്തിൽ നല്ല താല്പര്യമുള്ളവരാകണം. നിസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മൾ ഫാസിഖീങ്ങളാകരുത്. പടച്ച റബ്ബിന്റെ മുന്നിൽ കുറ്റക്കാരാകരുത്. ഏതെങ്കിലും ഒരു നിസ്കാരം ഒഴിഞ്ഞുപോയി എങ്കിൽ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയിട്ട് ആ നിസ്കാരം ഖളാ വീട്ടണം. ശറഅ് പഠിപ്പിച്ച കാരണത്തിന് വേണ്ടിയല്ലാതെ നഷ്ടപ്പെട്ടു പോയി
ഷറവ് പഠിപ്പിച്ച കാരണം പിന്തിക്കാൻ പ്രശ്നമില്ലാത്ത കാരണങ്ങൾ രണ്ടെണ്ണം മാത്രമാണ്. ജോലി അതിലില്ല, കല്യാണമില്ല, യാത്രയില്ല, സൽക്കാരമില്ല, രോഗമില്ല, ഇതൊന്നുമില്ല അതിലുള്ളത് ഒന്ന് ഉറക്കം, അനിയന്ത്രിതമായ ഉറക്കം വന്നുപോയി. എന്നും ഉറങ്ങിയിട്ട് രാവിലെ 7 മണിക്ക് എണീറ്റ് നിസ്കരിക്കുന്ന ആളെ പറ്റി അല്ല പറഞ്ഞു കേട്ടോ. അനിയന്ത്രിതമായി ഉറങ്ങിപ്പോയി. എന്നും സുബൈക്ക് എണീക്കുന്ന ആളാണ്, പക്ഷെ ഒരു ദിവസം ഉറങ്ങി. അങ്ങനെ എണീറ്റ് നോക്കുമ്പോ തന്നെ സുബൈന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. പടച്ചോൻ എന്ത് പറ്റിപ്പോയി? ഞാൻ എന്നും എണീക്കുന്ന ആളാണല്ലോ. കുടുംബക്കാരോട് ചോദിച്ചു, ഭാര്യയോടും മക്കളോടൊക്കെ എന്നെ വിളിച്ചില്ല? നിങ്ങളെ വിളിച്ചല്ലോ, നിങ്ങൾ എണീറ്റിരുന്നല്ലോ. ഉറക്കം കൂടുതലായിട്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. നിസ്കരിച്ചാൽ മതി, അല്ലാഹു തആല അതിന്റെ പേര് ശിക്ഷിക്കൂല. എന്നത്തിൻ കാര്യമല്ല പറഞ്ഞു, ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു പോയി. എന്നും സുബഹിസ്കരിക്കാത്ത ആളെ കഥ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവന്റെ കൂടെ നടക്കാൻ തന്നെ പേടിയാണ്. എപ്പോഴാ അള്ളാന്റെ അദാബ് വരാന്ന് പറയാൻ പറ്റൂല. ഭക്ഷണം കഴിക്കാൻ പേടിയാണ് അവന്റെ കൂടെ ജോലി എടുക്കാൻ പേടിയാണ്. എപ്പോഴും അള്ളാന്റെ അദാബ് സംഭവിച്ചേക്കാം. അത്ര മോശപ്പെട്ട ആള് ഈ ദുനിയാവിൽ വേറെയില്ല. നിസ്കരിക്കാത്തവനെ പോലെ മോശപ്പെട്ട ആള് വേറെയില്ല. അതുകൊണ്ടാണ് നിസ്കരിക്കാത്തവന് ഒരു പട്ടിയുടെ സ്ഥാനം പോലും ഇല്ല ഇസ്ലാമില്. ഭക്ഷണം കിട്ടാതെ ആ വശന്ന് വലഞ്ഞ് നടക്കുന്ന ഒരാളിങ്ങനെ ഭക്ഷണം കിട്ടാതെ ഒരു ഭാഗത്തെത്തിയപ്പോ ഒരു പട്ടി, ഒരു നായ എങ്ങനെ വരുന്നുണ്ട്. എന്നെ തൊട്ടാൽ തന്നെ ഈ പ്രാവശ്യം കേൾക്കണ്ടേ. പക്ഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ നായനെ അറുത്തിട്ട് അതിന്റെ ഒരു ഭാഗം പൊളിച്ചെടുത്തിട്ട് ഒരു മാംസം കഴിച്ചെങ്കിലേ അയാളെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് ആ മാംസം കഴിക്കൽ ഹലാലാണ്. നായനെ അറുത്തുകൊണ്ട് ഭക്ഷിക്കാൻ നോക്കുമ്പോ നിസ്കരിക്കാത്ത ഒരാൾ വരുന്നുണ്ടെങ്കിൽ നായനെ അറുക്കുന്നതിന് മാറ്റിയിട്ട് നായനെ വിടണം, നായ സ്വസ്ഥായി ജീവിച്ചോട്ടെ. നിസ്കരിക്കാത്ത ആളെ കാല് വെച്ചിട്ട് ആ കാലുമൊന്നൊരു ഇറച്ചി മുറിച്ചെടുത്തിട്ട് അതാണ് ഭക്ഷിക്കേണ്ടത് എന്നാ മഹാന്മാര് പറഞ്ഞു. ആ നായനെ വിട്ടേക്കണം, ഇയാളെ പിടിക്കണം. നായന്റെ ഒരു ബഹുമാനം പോലും നിസ്കരിക്കാത്ത ആൾക്ക് ഇല്ലാന്നർത്ഥം. നിങ്ങൾ നോക്ക് അവന്റെ ശരീരത്തിന് എന്ത് വിലയുള്ളത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പിടിച്ച നായനെ അറുക്കാൻ വേണ്ടി നിൽക്കുന്ന നായനെ വിട്ടേക്കണം. നിസ്കരിക്കാത്തവനെ കിട്ടിയോ അവന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം മുറിച്ചെടുക്കണം, എന്നിട്ട് അത് വേവിച്ചു കഴിക്കണം. അത്ര വിലയുള്ളൂ നിസ്കരിക്കാത്തവൻ. 5 കാശിന്റെ വിലയില്ല നിസ്കാരം ഒഴിവാക്കുന്ന ആള്. എന്ത് വിലയുള്ളത് അവന്? ഫാസിഖാണ് സഹോദരങ്ങളെ. ഒരൊറ്റ നിസ്കാരം സമയത്തിൽ നിന്ന് കാരണമില്ലാതെ പിന്തിച്ചു പോയെങ്കിൽ ഉമ്മപെങ്ങന്മാരോട്, ചെറുപ്പക്കാരികളോടൊക്കെ പറയട്ടെ, അനിയന്ത്രിതമായ ഉറക്കത്തിന്റെ പേരിലാണെങ്കിൽ ഖളാ വീട്ടിയാൽ മതി, അല്ലാഹു കുറ്റപ്പെടുത്തൂല. മറന്നെങ്കിലും നിസ്കരിച്ചാ മതി, അല്ലാഹു തആല ശിക്ഷിക്കൂല. വേറെ ഏത് കാരണം നിങ്ങൾ പറഞ്ഞാലും സ്വീകരിക്കൂല. പഠനമാകട്ടെ, ജോലിയാകട്ടെ, കുടുംബ സന്ദർശനമാകട്ടെ, കല്യാണമാകട്ടെ, മരണമാകട്ടെ, ഭാര്യന്റെ പ്രസവമാകട്ടെ, മക്കളെ രോഗമാകട്ടെ, ഏതേത് വിഷയത്തിനും വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് ഹയർ സെക്കൻഡറിയിലും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ചെറുപ്പക്കാരികളോട് നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു പഠനം വേണ്ട മോളെ. ആരോഗ്യമുള്ള യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ കാലത്ത് 4-5 കൊല്ലം ദുഹറും അസ്റും ഖളാക്കിയിട്ട് എന്ത് ഡിഗ്രി വാങ്ങിയിട്ടെന്താ, എന്ത് ജോലി നേടിയിട്ടെന്താ? പടച്ച റബ്ബിന്റെ അടുക്കൽ നീ കുറ്റക്കാരിയാ. ഹുബൈബ് റളിയല്ലാഹു അൻഹു എത്ര ചൊറുക്കുള്ള രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരനാണ്. ഒറ്റക്ക് കഴിയുന്ന റൂമിൽ അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുത്തില്ലേ? ആ കുടുംബത്തിൽ ഒരാളും ഒരു ഭക്ഷണം കൊടുത്തില്ലെങ്കിലും സ്വർഗത്തിലെ ഭക്ഷണം